അതാ റസൂലുള്ളാഹിനെ വിളിച്ച് തേടൽ ചെയ്യണമെന്ന് ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹു അവിടുത്തെ ശർഹുൽ മുഹദ്ദബിൽ എഴുതിയിട്ടുണ്ട്, ഈളാഹിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനെ വിളിച്ചിട്ടുണ്ട്, തേടിയിട്ടുണ്ട്. അങ്ങനെ ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലിനെ ഇടയാളനാക്കി ചോദിക്കലും റസൂലുള്ളാഹിനെ വിളിച്ച് തേടലും റസൂലുള്ളാഹിനോട് ശഫാഅത്ത് ചോദിക്കലും വജവാസുഹു വഹുസ്നുഹു മിനൽ ഉമൂരിൽ മഅലൂമത്തി ലികുല്ലി ദീ ദീനിൻ അൽ മഅറൂഫത്തി മിൻ ഫിഇലിൽ അംബിയാഇ വൽ മുർസലീൻ. അല്ലാഹുവിന്റെ റസൂലിനെ ഇടയാളനാക്കി ചോദിക്കലും റസൂലുള്ളാഹിനെ വിളിച്ച് സഹായം തേടലും അല്ലാഹുവിന്റെ റസൂലിനോട് ശഫാഅത്ത് തേടലും ഒക്കെ അതാ മിനൽ ഉമൂരിൽ മഅലൂമത്തി ലികുല്ലി ദീ ദീനിൻ, ഏത് മതവിശ്വാസിക്കും അറിയപ്പെട്ട സംഗതിയാണ്. അൽ മഅറൂഫത്തി മിൻ ഫിഇലിൽ അംബിയാഇ വൽ മുർസലീൻ, ലോകത്തുള്ള മുഴുവൻ അംബിയാ മുർസലുകളുടെയും പ്രവൃത്തിയിൽ നിന്ന് അറിയപ്പെട്ടതാണ്. വസിയരി സലഫി സ്വാലിഹീൻ, ലോകത്തുള്ള എല്ലാ മഹാന്മാരായ സജ്ജനങ്ങളുടെയും നടപടിയാണ്. ഓ സഹോദരന്മാരെ, അങ്ങനെ തുടങ്ങിയിട്ട് ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു പറയാണ്, ഒരു പണ്ഡിതനും ഫലം യുൻകിർ ദാലിക അഹദുൻ, അതിനെതിരായി ലോകത്ത് ഒരു പണ്ഡിതനും ഒരു മുസ്ലിമും സംസാരിച്ചിട്ടില്ല. ഹത്താ ജാഅ ഇബ്നു തൈമിയ്യ വരുന്നത് വരെ ലോകത്ത് ഒരു വ്യക്തിയും അല്ലാഹുവിന്റെ റസൂലിനെ വിളിക്കരുതെന്നോ നബിയോട് തേടരുതെന്നോ പറഞ്ഞിട്ടില്ല. ബഹുമാനപ്പെട്ടവര് പറയാണ്, വൽ ഉലമായി, സർവ്വ ആലിമീങ്ങളെ നടപടിയിൽ നിന്നും അറിയപ്പെട്ടതാണ്. വല്ലവാമി മിനൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളെ മുഴുവൻ സാധാരണക്കാരും അവരും ചെയ്തതാണ്. എന്നാൽ വലം യുൻകിർ അഹദുൻ ദാലിക മിൻ അഹ്ലിൽ അദിയാൻ, ഒരു മതവിശ്വാസിയും അതിനെതിരായി സംസാരിച്ചിട്ടില്ല. വലാ സുമിഅ ബിഹി ഫീ സമനിൻ മിനൽ അസ്മാൻ, ഒരു കാലത്തും അതിനെതിരെ ഒരു ശബ്ദം കേട്ടിട്ടില്ല. ഇബ്നു തൈമിയ്യ വരുന്നത് വരെ. ഇബ്നു തൈമിയ്യന്റെ സ്വന്തം അതേ കാലഘട്ടത്തിൽ ജീവിക്കുന്ന പണ്ഡിതനാണ് ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു. എഴുതാണ്, കാലത്ത് തന്നെ എഴുതാണ്, ഫതകല്ലമ ഫീ ദാലിക ബികലാമിൻ, ഇബ്നു തൈമിയ്യ ആ വിഷയത്തിൽ ചില സംസാരം സംസാരിച്ചു. യുലബ്ബിസു ഫീഹി അലാ ദുഅഫാഇൽ അഗ്മാർ, വിഡ്ഢികളായ ദുർബലരായ വിവരം കെട്ടവരായ ചില ആളുകളെ ആശയക്കുഴപ്പത്തിലാക്കുന്ന ചില സംസാരം ഇബ്നു തൈമിയ്യ നടത്തിക്കളഞ്ഞു. എന്നിട്ട് ഇബ്നു തൈമിയ്യ പുത്തനാശയക്കാരനായി അദ്ദേഹം പുതിയൊരാശയം കൊണ്ടുവന്നു. മാലം യുസ്ബഖ് ഇലൈഹി ഫീ സാഇരിൽ അസാർ, ലോകത്ത് ഒരു കാലത്തുമില്ലാത്തൊരു പുതിയ ആശയം ഇബ്നു തൈമിയ്യ കൊണ്ടുവന്നു എന്ന് പറഞ്ഞിട്ട് ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു പറയാണ്, വഹസ്ബുക, നിനക്ക് മതി ഇബ്നു തൈമിയ്യ റസൂലുള്ളാഹിനെ വിളിക്കുന്നതും തേടുന്നതും വിമർശിച്ചത്, റസൂലുള്ളാഹിനെ അടയാളനാക്കുന്നത് വിമർശിച്ചത്, ലിൽ ഇസ്തിഗാസത്തി വതവസ്സുലി, തവസ്സുലിനെയും ഇസ്തിഗാസയും വിമർശിച്ചത്. ഖൗലുൻ, അതൊരു ഖൗലാണ്. ലം യഖുൽഹു ആലിമുൻ ഖബ്ലഹു, അദ്ദേഹത്തിന് മുമ്പ് ഒരു ആലിമും ഒരു പണ്ഡിതനും അത് പറഞ്ഞിട്ടില്ല. വസാറ ബിഹി ബൈന അഹ്ലിൽ ഇസ്ലാമി മുസ്ലിം, ഇസ്ലാമിന്റെ വക്താക്കൾക്കിടയിൽ ഈ പുതിയ വാദം ഉന്നയിച്ചതിനാൽ ഇബ്നു തൈമിയ്യ കളിപ്പാട്ടമായി പോയി.